അമേരിക്കയോട് മുട്ടാൻ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ തയ്യാറായി നിൽപ്പുണ്ട്. അമേരിക്കയുടെ കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ട് കൂടിയാണ്. അതിന് പ്രചോദനം നൽകിയത് ഇന്ത്യയാണ്. ഇന്ത്യ അമേരിക്കയുടെ വിധേയത്വം നിൽക്കാനോ മുട്ടുകുത്താനോ ഒന്നും തയ്യാറായില്ല. ഇപ്പോ നേർക്കുനേർ നിൽക്കാൻ വരികയാണ് ഉത്തര കൊറിയ. എന്താണ് ഉത്തര കൊറിയ? പ്രത്യേകിച്ച് ഉത്തര കൊറിയ എപ്പോഴും അമേരിക്കയ്ക്ക് നേരെ ഈ പിന്നെ മിസൈൽ ഇങ്ങനെ തൊരുത്ത് വച്ചിരിക്കുന്നതാണ് എല്ലാരും പറയുന്നത്. എപ്പോ വേണമെങ്കിലും ആക്രമിക്കാൻ തരത്തിൽ. അപ്പോ അത്തരത്തിൽ പെട്ടെന്ന് ഉത്തര കൊറിയയും അമേരിക്കയ്ക്ക് നേരെ തിരിയാനുള്ള കാരണം എന്താണ്? അതെ, ഉത്തര കൊറിയക്കും ഒരു ഊർജം കിട്ടി എന്ന് പറയില്ല. നമ്മൾ സാധാരണ അങ്ങനെയാണ്. ഇപ്പോൾ അമേരിക്കക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കാൻ, വിട്ടുവീഴ്ചയില്ലാതെ അമേരിക്കയോട് മുഖാമുഖം വർത്തമാനം പറയാൻ, അമേരിക്കയെ നിലക്ക് നിർത്താൻ ലോകരാജ്യങ്ങളിലെ ദുർബലന്മാർ പോലും തയ്യാറാവുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ നിലപാട്. ഇപ്പോൾ നോർത്ത് കൊറിയയുടെ നിലപാട്. ഉത്തര കൊറിയ ഉണ്ടായൊരു ചരിത്രം അറിയാലോ. 1940 ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇവർ ഒരു ഭാഗത്ത് അറിയാലോ, ജപ്പാനും ഇറ്റലിയും ജർമ്മനിയുമാണ് ഒരു ഭാഗത്ത്. ഇറ്റലി, ജർമ്മനി, ജപ്പാൻ ഒരു ഭാഗത്ത്. അതാണ് ഈ അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്നത്. ഇപ്പുറത്ത് ബാക്കി എല്ലാവരും ഇപ്പുറത്താണ്. എന്നുവെച്ചാൽ അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, വൻകിട ശക്തികളൊക്കെ ഇപ്പുറത്തുമാണ്. അപ്പോൾ ആ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നു. അവസാനം ആറ്റം ബോംബും ഒക്കെ വർഷിച്ച് തീർന്നല്ലോ. ജപ്പാനിൽ ബോംബിട്ടു. അപ്പോൾ ജപ്പാന്റെ കയ്യിലുണ്ടായിരുന്ന, അപ്പോൾ യുദ്ധത്തിൽ തോറ്റാലുള്ള മര്യാദ എന്താ? യുദ്ധത്തിൽ ഒരു ചേരി തോറ്റു കഴിഞ്ഞാൽ അവരുടെ മുതൽ മുഴുവൻ ഇപ്പുറത്ത് യുദ്ധ മുതലായിട്ട് പിടിച്ചെടുക്കുമല്ലോ. അപ്പോൾ ജപ്പാന്റെ കയ്യിലായിരുന്നു ഈ കൊറിയൻ ഉപദ്വീപ് ഉണ്ടായിരുന്നു. കൊറിയൻ ഉപദ്വീപ് സാധാരണ ഇതിൽ ചെറിയ രാജ്യമാണ്, മൊത്തത്തിലെടുത്താൽ പോലും ചെറിയ രാജ്യമാണ്. ആ രാജ്യത്തിന് മേൽ യുദ്ധത്തിൽ ജയിച്ച രണ്ട് കക്ഷികളാണ് സോവിയറ്റ് യൂണിയനും അമേരിക്കയും. അപ്പോൾ യുദ്ധം ജയിച്ച അന്നു മുതൽ ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്ത് ജയിച്ചെങ്കിലും ജയിച്ചു കഴിഞ്ഞപ്പോൾ ആരാണ് വമ്പൻ എന്ന തർക്കം വന്നല്ലോ. അമേരിക്കയാണോ റഷ്യ, സോവിയറ്റ് യൂണിയനാണോ? അപ്പോൾ ആ കാര്യത്തിൽ ഇവർക്ക് കൊറിയയുടെ മേൽ ഇവർക്ക് തർക്കം ഉണ്ടായി. എനിക്കും വേണം കൊറിയ എന്ന് രണ്ടു കൂട്ടരും പറഞ്ഞു. അമേരിക്കയും പറഞ്ഞു, റഷ്യയും പറഞ്ഞു. അവസാനം അത് വെട്ടിമുറിച്ചു, വീതം വെച്ചു. അങ്ങനെയാണ്. ചെറിയ രാജ്യമാണ്, ചെറിയ ഭൂപ്രദേശമാണ്, ഒരു ഉപദ്വീപാണ്. ആ ഉപദ്വീപിനെ ഈ രണ്ട് വമ്പൻ ശക്തികൾ വിഭജിച്ച് വീതം വെച്ചെടുത്തു. അങ്ങനെയാണ് ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ ഉണ്ടാകുന്നത്. ഉത്തര കൊറിയ അന്ന് സോവിയറ്റ് യൂണിയനോട് ചേർന്നാണ്. അപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് പക്ഷത്ത് ചേർന്നു സോവിയറ്റ് യൂണിയനെ കൂടെ. സൗത്ത് കൊറിയ ആണ് അമേരിക്ക കിട്ടിയത്. അവർ അമേരിക്കൻ നയം പിന്തുടർന്നു. എന്ന് പറഞ്ഞാൽ ഒന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യവുമായി, ഒന്ന് മുതലാളിത്ത രാജ്യവുമായി. പക്ഷേ ഈ മുതലാളിത്ത രാജ്യം പിന്തുടർന്ന സൗത്ത് കൊറിയയുടെ തലസ്ഥാനമാണ് എന്താണ് പറയുക, ഈ സോള് നമ്മൾ പറയില്ലേ, സോളാണ് സൗത്ത് കൊറിയയുടെ തലസ്ഥാനം. നോർത്ത് കൊറിയയുടെ പ്യോങ്യാങ് നോർത്ത് കൊറിയ. രണ്ടും പക്ഷേ അമേരിക്ക വളരെ വേഗത്തിൽ സൗത്ത് കൊറിയയെ സഹായിച്ചു. സൗത്ത് കൊറിയ മുതലാളിത്ത രാജ്യമായി വലിയ തോതിൽ അഭിവൃദ്ധിപ്പെട്ടു. സോവിയറ്റ് യൂണിയന് ആദ്യകാലത്തൊന്നും ആരെയും സഹായിക്കാൻ പറ്റിയില്ല. അവർ തന്നെ പുരോഗതിയുടെ പാതയിലായിരുന്നു. ഏതാണ്ട് അവർ വളർന്നു വന്നപ്പോഴേക്ക് മറ്റു രാജ്യങ്ങളെ സഹായിക്കുന്നതിലേറെ അവിടെ തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും 10-75 കൊല്ലാകുന്നതിന് മുമ്പ് അത് തകർന്നു പോവുകയും ചെയ്തല്ലോ. അതുകൊണ്ട് നോർത്ത് കൊറിയ ദരിദ്രരാജ്യമായി തന്നെ നിലനിൽക്കുന്നു. അത് സാമ്പത്തികമായി വലിയ വളർച്ച നേടിയിട്ടില്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പോൾ നോർത്ത് കൊറിയ, പക്ഷേ അമേരിക്ക, അപ്പോൾ അവർ വലിയ വളർച്ച നേടിയിട്ടില്ല, ദുർബലമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പുറത്ത് സൗത്ത് കൊറിയയുടെ സഹായത്തോടു കൂടി നോർത്ത് കൊറിയക്കെതിരെ എന്നും അമേരിക്ക ഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾ അത് പാടില്ല, ഇത് പാടില്ല, നിങ്ങൾ ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല, നിങ്ങൾ ആ രാജ്യവുമായി കരാറുണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി നോർത്ത് കൊറിയയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന രാജ്യമാണ് അമേരിക്ക. ഇപ്പോൾ ആ രാജ്യത്തിന് വലിയ ധൈര്യം കിട്ടിയിരിക്കുന്നു. അവർ തീർച്ചയായിട്ടും ജനസംഖ്യയും കുറവാണ്. കേരളത്തിൻ്റെ ജനസംഖ്യ എങ്ങാണ്ടുള്ളൂ, അതിൻ്റെ അടുത്തെങ്ങാണ്ടുള്ളൂ ഈ നോർത്ത് കൊറിയയുടെ ജനസംഖ്യ. പക്ഷേ ഇപ്പോൾ അമേരിക്കയോട് മുഖാമുഖം നിൽക്കാൻ അവർ തയ്യാറായിരിക്കും. ഒന്ന്, സോവിയറ്റ് യൂണിയൻ തകർന്നു പോയതിൻ്റെ ഒരു നിരാശ അവർക്കുണ്ടായിരുന്നു. പക്ഷേ സോവിയറ്റ് യൂണിയൻ തകർന്നു പോയപ്പോൾ പകരം റഷ്യ സോവിയറ്റ് യൂണിയൻ്റെ പഴയ പ്രതാപത്തിലേക്ക് വരികയാണ്. അത് സോവിയറ്റ് യൂണിയൻ്റെ ആത്മാവ് കണ്ടുകൊണ്ടല്ല. നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഈ പീറ്റർ ചക്രവർത്തിയുടെ ആത്മാവ്, പീറ്റർ ചക്രവർത്തിയെ മാതൃകയാക്കിയിട്ടാണ് അവർ വളരുന്നത്. അപ്പോൾ ഈ പീറ്റർ ചക്രവർത്തിയാണ് യഥാർത്ഥത്തിൽ റഷ്യ ഉണ്ടാക്കിയത്. പഴയ റഷ്യക്ക് ഒരു ആധുനിക രാജ്യത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉണ്ടാക്കി. അതുവരെ റഷ്യക്ക് നാവികപ്പട ഉണ്ടായിരുന്നില്ല, തുറമുഖങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏറ്റവും ആധുനികമായ യൂറോപ്യൻ മാതൃകയിൽ, ഇപ്പോൾ ബ്രിട്ടനെയൊക്കെ മാതൃകയാക്കിയിട്ട് ഒരു യൂറോപ്യൻ മാതൃകയിൽ ഒരു മഹത്തായ രാജ്യം ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്. ആര്? പീറ്റർ ചക്രവർത്തിയാണ്. പീറ്റർ ചക്രവർത്തിയെയാണ് ഇപ്പോൾ റഷ്യ മാതൃകയാക്കുന്നത്.
പീറ്റർ ചക്രവർത്തിയിലേക്കാണ് തിരിച്ചു പോകുന്നത്, അല്ലാതെ ലെനിനിലേക്കും എംഗൽസ് ഈ പറഞ്ഞ മാർക്സിലേക്കും അല്ല. അപ്പോൾ ആ ഒരു കാലത്ത് ഇദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം കിട്ടിയിരിക്കുന്നു. ഈ കിങ് ജോങ് ഉൻ ആണ് അവിടുത്തെ, കിങ് ജോങ് ഉൻ ആണല്ലോ ഉത്തര കൊറിയയുടെ നേതാവ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്ന് വരെ ഇല്ലാത്ത ശക്തിയോട് കൂടി അവിടുത്തെ അസംബ്ലി ഉണ്ട്, നാഷണൽ പാർലമെന്റിൽ ഗംഭീരമായൊരു പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ അമേരിക്കയുടെ ഭീഷണിക്ക് ഞങ്ങൾ വഴങ്ങുന്ന പ്രശ്നമില്ല, ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ആണവായുധം ഉണ്ടാക്കിയാൽ അത് സൗത്ത് കൊറിയക്ക് ഭീഷണിയാണ്, സൗത്ത് കൊറിയക്ക് ഭീഷണിയാവുക എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആണവായുധം നിർമ്മിക്കും. ആദ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇദ്ദേഹം, ഞങ്ങൾ ആണവായുധം നിർമ്മിക്കും. അത് പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? ഞങ്ങൾ ആണവായുധം നിർമ്മിക്കുന്നത് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, ഞങ്ങളുടെ നിലനിൽപ്പിന്, പ്രത്യേകിച്ച് അമേരിക്കയുടെ പിന്തുണയോടുകൂടി തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ അയൽരാജ്യമായ സൗത്ത് കൊറിയ ഉള്ളപ്പോൾ, ഞങ്ങളുടെ സഹോദരന്മാരായിരുന്നു പണ്ട്, ഇപ്പം നിങ്ങൾ ശത്രുക്കളാക്കി മാറ്റിയതാണ്. പക്ഷെ അവർ ഞങ്ങളുടെ ശത്രു രാജ്യമായി നിലനിൽക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആണവായുധം നിർമ്മിക്കും, ആരുണ്ട് തടയാൻ എന്ന് ചോദിക്കുകയാണ്. മാത്രമല്ല, ഇത് പാർലമെന്റിൽ ചെയ്ത പ്രസംഗമാണ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ നയം മാറുകയാണ്. ആ രാജ്യം ഈ നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന്, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം, 91 സോവിയറ്റ് യൂണിയന് തകർന്നതിന് ശേഷം നോർത്ത് കൊറിയക്ക് വോയിസേ ഉണ്ടായിരുന്നില്ല, ശബ്ദമില്ല. നമ്മൾ അങ്ങനെ കേൾക്കാറില്ല. നമ്മൾ കൊറിയ എന്ന് കേൾക്കുന്ന ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കൊറിയൻ സീരീസ്, ഇതൊക്കെ ഈ സൗത്ത് കൊറിയനാണ്. സൗത്ത് കൊറിയ വളരെ അഡ്വാൻസ്ഡ് ആണ്. അവര് എല്ലാ രംഗത്തും, സിനിമയില്, സീരീസില്, ആണ്, ഏകാധിപതിയാണ്. ഏകാധിപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസം ഒക്കെ തന്നെ തകർന്നു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു ഘട്ടമെത്തിയ ഇവരൊക്കെ ഏകാധിപതികളാവുകയാണല്ലോ. എന്താണ് എല്ലാം എടുത്തു നോക്കൂ, എല്ലായിടത്തും അതല്ലേ നടന്നത്. ഇപ്പോ ഇത് ലെനിന് ശേഷം മൊത്തത്തിൽ സോവിയറ്റ് യൂണിയനിൽ വന്നതും അതാണല്ലോ, അതല്ലേ ശരിക്ക് പറഞ്ഞാൽ നമ്മൾ കൂട്ടക്കൊലകളുടെ ഒരു കാലം, ഏകാധിപത്യത്തിന്റെ കാലം ഒക്കെയാണല്ലോ അത്. അപ്പോൾ ഈ അവസ്ഥയിൽ ഏകാധിപതിയാണെന്ന് തർക്കമൊന്നുമില്ല. ഏകാധിപത്യം വരാൻ അത് സോവിയറ്റ് യൂണിയന്റെ മാതൃകയിൽ ഏകാധിപത്യം വന്നതാണ്. പക്ഷെ ഇപ്പോൾ അവര് കുറെ കൂടി ശക്തമായി ഒരു രാജ്യം എന്ന നിലയിൽ ആത്മാഭിമാനത്തോടെ അമേരിക്കയെ ചോദ്യം ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹം പറയുന്നത്, ഇവർ തമ്മിൽ ഇപ്പൊ ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത്, ഒന്നാം ട്രംപ് കാലത്ത് 2018-19 കാലത്ത് 3 തവണ ഇവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആരുമായിട്ട്? ഈ ഉന്നുമായിട്ട്, കിങ് ജോങ് ഉന്നുമായിട്ട്. നല്ല ഓർമ്മകളെ ഞങ്ങൾക്കുള്ളൂ. പക്ഷേ കൂടിക്കാഴ്ചയൊക്കെ നന്നായിരുന്നു. പക്ഷെ എല്ലാ കൂടിക്കാഴ്ചയിലും പിരിഞ്ഞു പോരുമ്പോൾ പിരിയാൻ നേരത്ത് അമേരിക്ക പറയും, നിങ്ങൾ ആണവായുധം നിർത്തിവെക്കണം. അതിൽ തട്ടിയിട്ടാണ് ഇത്ര വരെയുള്ള ഇതുവരെ ഈ രാജ്യത്ത് ഞങ്ങൾ തമ്മിൽ സമാധാനം ഉണ്ടാകാതിരുന്നത്. ഇനി ആ കരാറ് മാത്രം പറയരുത്, ആണവായുധം പാടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ കരാറ് പിൻവലിച്ചുകൊണ്ടല്ലാതെ ഇനി അങ്ങോട്ട് ചർച്ചയില്ല. ഒന്നാം ട്രംപിന്റെ കാലത്ത് ഞാൻ 3 തവണ ചർച്ച നടത്തിയതാണ് ഞങ്ങൾ. അതൊക്കെ ഒക്കെ തകർന്നു പോയത്, ചർച്ച അലസിപ്പോയത് എന്തിൻ്റെ പേരിലാണ്? ആണവ കരാറിന്റെ പേരിലാണ്. ഞങ്ങൾ അതിന് തയ്യാറല്ല. ഇനി ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല എന്ന് ലോകത്തിലെ ഒരു രാജ്യത്തോടും പറയാൻ അമേരിക്കക്ക് അവകാശമില്ല. അത് അമേരിക്ക നിർത്തുവോ, ഞങ്ങൾ ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോഴും കൊറിയൻ രാജ്യങ്ങൾ, 2 കൊറിയകൾ തമ്മിൽ വലിയ തർക്കമുണ്ട്. ഇപ്പോൾ സൗത്ത് കൊറിയ നോർത്ത് കൊറിയയെ ആക്രമിക്കാനും പിടിച്ചടക്കാനും അവർക്ക് താല്പര്യമുണ്ട്. കൊറിയയുടെ ഏകീകരണം ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്. അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ പിന്തുണയോടുകൂടി നോർത്ത് കൊറിയ സൗത്ത് കൊറിയയിലും കണ്ണുവെക്കുന്നുണ്ട്. പക്ഷേ ഈ തർക്കങ്ങളിലൊന്നും ഇനി അമേരിക്ക വേണ്ട. ആണവായുധം എന്ന കരാറ് എന്ന വാക്ക് എന്നേക്കുമായി ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രേരണയോടുകൂടി നോർത്ത് കൊറിയക്കെതിരായിട്ട് വലിയ ഉപരോധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ നോർത്ത് കൊറിയയെ ഉപരോധിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാരണം പറഞ്ഞത് ഏകാധിപതിയാണ്. ഏകാധിപതിയാകുന്നത് അമേരിക്കയെ ചെറുക്കുന്നവരൊക്കെ ഏകാധിപതിയായിരിക്കും, ഏറെക്കുറെ അങ്ങനെയാണ്. അത് അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഏകാധിപത്യ ഭരണത്തിനെതിരായി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഉപരോധം വന്നത്. ആ ഉപരോധത്തിന്റെ പിന്നിലും അമേരിക്കയായിരുന്നു എന്ന് കാണണം. അതുകൊണ്ട് അമേരിക്ക ഏകപക്ഷീയമായ നിലപാടുകൾ ഉപേക്ഷിക്കുകയും ഉപരോധങ്ങൾ പിൻവലിക്കുകയും ചെയ്യാത്ത കാലത്തോളം ഈ അമേരിക്കയുമായി ഇനി ഞങ്ങൾക്ക് ചർച്ചയില്ല, ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആഗോള സമൂഹത്തിൽ ഒരു രാജ്യം കൂടി ദുർബലമാണെങ്കിൽ പോലും നോർത്ത് കൊറിയയെ പോലെ, ഉത്തര കൊറിയയെ പോലെ ഒരു രാജ്യം കൂടി ട്രംപിനെ തള്ളിപ്പറയുന്നു എന്നതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം. അത് ട്രംപ് ചോദ്യം ചെയ്യപ്പെടുന്നു.
ട്രംപ് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന പ്രഖ്യാപനത്തിലേക്കും നിഗമനത്തിലേക്കുമാണ് ഈ നിലപാട് എത്തുന്നത്.